നമസ്കാരം സുഹൃത്തുക്കളെ, പെറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോഗ്സിൻ്റെ സ്കിൻ ഇൻഫെക്ഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫംഗൽ ഇൻഫെക്ഷൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡോഗ്സിനും ക്യാറ്റ്സിലും കാണപ്പെടുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസിൻ്റെ ഒരു ജനറലായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ, അതുപോലെ തന്നെ ഒരു ടോപ്പിക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു മെഡിസിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഡോഗ്സിലെ സ്കിൻ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ പലരും വിചാരിക്കുന്നത് അത് ഫംഗൽ ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ സ്കിൻ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഫംഗസ് ആണെന്നാണ് എല്ലാവരും ആദ്യം തന്നെ പറയുന്നത്. പക്ഷേ ഒരുപാടധികം പരാതങ്ങളും അതുപോലെ തന്നെ ഫംഗൽ ബാക്ടീരിയ എല്ലാ സൂക്ഷ്മാണുക്കളും ഇത്തരത്തിൽ സ്കിൻ ഡിസീസസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫംഗൽ ഇൻഫെക്ഷൻസ് ഏതൊക്കെ തരത്തിലുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് നമ്മൾ ബ്രോഡായിട്ട് രണ്ട് തരത്തിൽ തരംതിരിക്കാം. അതായത് നമ്മൾ ലൈറ്റായിട്ട് കാണുന്ന, അതായത് ഒരു ചെറിയ സ്പോട്ടുകൾ, ചെറിയ പാച്ചിയായിട്ട് ഹെയർ ലോസ് ഉണ്ടാകുന്ന തരത്തിൽ റൗണ്ടായിട്ട് ഹെയർ പോകുന്നു. ആ ഒരു ഏരിയയിൽ മാത്രം കുറച്ച് ഏരിയയിൽ ഇങ്ങനെ പൊട്ട് പോലെ ഹെയർ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് റിംഗ് വേം എന്ന് പറയും. അതായത് ഡെർമറ്റോഫൈറ്റോസിസ് എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷനാണ്. അതുപോലെ തന്നെ ജനറലൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഹെയർ ലോസ്, അതായത് ബോഡിയിൽ മൊത്തമായിട്ട് ഹെയർ പോവുക, അതുപോലെ തന്നെ ചെറിയ താരൻ പോലെ വരിക, പിന്നെ സ്കിന്നിൽ ഒരു പിങ്ക് കളറാവുക, ചുവപ്പ് കളറാവുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഇൻഫെക്ഷൻസ് ആയാലും ഒരു ഡെർമറ്റോഫൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു ഗണത്തിൽ വരുന്നതാണ്. അത് ചെറിയ പാച്ച് വരുന്നത് അത്രത്തോളം കണ്ടിട്ട് സിവിയർ ആവാറില്ല. എന്നിരുന്നാലും ഒരു ജനറലായിട്ട് വരുമ്പോൾ ബോഡി മൊത്തം വ്യാപിക്കുന്ന സമയത്ത് അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന ഡെർമറ്റോഫൈറ്റോസിസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് കുറച്ച് സിവിയർ ആയിട്ട് വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ്. അതാണ് മാലസീഷ്യ എന്ന് പറയുന്ന ഇൻഫെക്ഷൻ. അപ്പോൾ മാലസീഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോഗ്സിലും കാറ്റ്സിലും എല്ലാം കാണപ്പെടുന്ന ഒരു തരം ഈസ്റ്റാണ്. ഈസ്റ്റ് എന്ന് പറയുന്ന സൂക്ഷ്മാണുവാണ്. അപ്പോൾ ഈസ്റ്റാണ് ഇതിൻ്റെ രോഗകാരണം. അപ്പോൾ അതിൻ്റെ സ്കിന്നിൽ ഓൾറെഡി ഉള്ള ഒരു ഈസ്റ്റ് തന്നെയാണ് അത് പ്രത്യേക സാഹചര്യങ്ങളിൽ അത് പെട്ടെന്ന് ഫ്ലെയറപ്പ് ചെയ്ത് പിന്നീട് അത് ഇൻഫെക്റ്റീവ് ആകുന്നൊരു രീതിയിലാണ് ഈ സ്കിൻ ഡിസീസ് വരുന്നത്. അപ്പോൾ മാലസീഷ്യ പാച്ചി ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖം വരുമ്പോൾ കൂടുതൽ സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും ഡോഗ്സും കാറ്റ്സൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഡോഗ്സിൽ പ്രത്യേകിച്ചും അത് സിവിയർ ആയിട്ടുള്ള പ്രൂറൈറ്റിസ്, നല്ല ചൊറിച്ചിൽ, അതുപോലെ തന്നെ ഹെയർ ലോസ്. ആ ഹെയർ ലോസ് ആയിട്ടുള്ള ഏരിയയിൽ ആദ്യം ചുവന്ന് വരുന്ന ചെറിയ കുരുക്കളുണ്ടാവുന്നു. അത് ചുവന്ന് വരുന്ന സ്കിന്ന്. അതുപോലെ തന്നെ സ്കിന്ന് പിന്നീട് ഒരു ഡാർക്ക് കളറായി മാറുന്നു, ഒരു കറുത്ത കളർ ആയിട്ട് ലൈക്കനിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു രീതിയിൽ കറുത്തു പോകുന്ന ഒരു രീതിയിലുള്ള ഒരു ഇൻഫെക്ഷനായിട്ട് അത് മാറുന്നു. ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കുറച്ചും കൂടിയും സിവിയർ ആയിട്ടുള്ള സ്കിൻ ഇൻഫെക്ഷൻസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു മാലസീഷ്യ ബാധിച്ച ഒരു ഡോഗിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് ഒരു മാലസീഷ്യ സിവിയർ ആയിട്ടുള്ള ലൈക്കനിഫിക്കേഷൻ, സിവിയർ ആയിട്ട് ഹെയർ ലോസൊക്കെ വന്നിട്ടുള്ള ഒരു ഡോഗിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറാണ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് ലൈം സൾഫർ ഡിപ്പ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷനുണ്ട്. ലൈം സൾഫർ ഡിപ്പ് എങ്ങനെ നമുക്ക് ഒരു ഡോഗ്സിലോ കാറ്റ്സിലോ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൈം സൾഫർ ഡിപ്പ് എന്ന് പറയുന്നത് ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോ സൊല്യൂഷനും അതിൻ്റേതായ ഡൈല്യൂഷൻ നേർപ്പിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഈ ലൈം സൾഫർ ഡിപ്പിൻ്റെ ഡൈല്യൂഷൻ 2.5 ml 100 ml വെള്ളത്തിൽ 2.5 മില്ലി ലൈം സൾഫർ ഡിപ്പ് എന്ന് പറഞ്ഞ ഡൈല്യൂഷനാണ് ചെയ്യുന്നത്. പല കമ്പനികളും പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡൈല്യൂഷൻസ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ അത് ഓൾറെഡി ഒരു ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മളൊരു ബോട്ടിലിൽ വയ്ക്കുക, സ്പ്രേ ബോട്ടിലിൽ വയ്ക്കുന്നു. പിന്നെ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ അതിനെ ഇപ്പോൾ കാറ്റ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കുളിപ്പിച്ചെടുക്കാം. ഇതിനെ ഡിപ്പ് ചെയ്തിട്ട് നല്ല രീതിയിലൊരു ബക്കറ്റിലോ അല്ലെങ്കിൽ ചെറിയൊരു അത്യാവശ്യം ക്വാണ്ടിറ്റി വെള്ളം ഉള്ള ഒരു പാത്രത്തിലേക്ക് അതിനെ ഇറക്കി നിർത്തി നന്നായിട്ട് മൊത്തത്തിൽ അതിൻ്റെ സ്കിന്നിൽ മൊത്തം അത് തേച്ച് പിടിപ്പിക്കാം.
ഇപ്പോൾ ഡോഗ്സിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്രേ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. നന്നായിട്ട് സ്പ്രേ ചെയ്യുക, നന്നായിട്ട് സ്കിന്നിലെല്ലാം സ്പ്രേ ചെയ്തതിന് ശേഷം സ്കിന്നിൽ മൊത്തം ഈ മരുന്ന് മസാജ് ചെയ്ത് സ്കിന്നിലേക്ക് എത്തുന്ന രീതിയിൽ അത് നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം. ഹെയറിലല്ല, സ്കിന്നിലേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ ലൈം സൾഫർ ഡിപ്പ് പുരട്ടുന്നതിന് മുമ്പായിട്ട് ഒരു ഷാമ്പൂ ചെയ്തതിന് ശേഷം നമുക്ക് ലൈം സൾഫർ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിരിക്കും. ഷാമ്പൂ ചെയ്ത് കുളിപ്പിച്ചതിന് ശേഷം സ്കിൻ ഡ്രൈ ആയതിന് ശേഷം ഈ ലൈം സൾഫർ ഡിപ്പ് അപ്ലൈ ചെയ്തിട്ട് നന്നായി മസാജ് ചെയ്ത് പിന്നെ അത് ഉണങ്ങാൻ വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ അതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. പിന്നെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമോ അത് സ്കിൻ ഇൻഫെക്ഷൻസിൻ്റെ അതിൻ്റെ ഒരു സിവിയറിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഇത് ചെയ്തു വിടാവുന്നതാണ്. അപ്പോൾ ഈ ലൈം സൾഫർ ഡിപ്പ് ഫംഗൽ ഇൻഫെക്ഷൻസിന് വളരെ ഇഫക്റ്റീവായിട്ടാണ് കാണപ്പെടുന്നത്. പ്രത്യേകിച്ചും പൂച്ചകളിൽ നമുക്ക് കൂടുതൽ സിവിയർ അല്ലെങ്കിൽ കൂടുതൽ ഡോസ് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കാൻ കുറച്ചൊരു ലിമിറ്റേഷൻസ് ഉള്ള സ്പീഷീസാണ് കാറ്റ്സ്. അപ്പോൾ കാറ്റ്സിന് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ലൈം സൾഫർ ഡിപ്പ്. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസിന് ടോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ മെഡിസിൻ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സിസ്റ്റമിക്കായിട്ട് വേറെ മെഡിസിൻസൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ഡോഗിന്. അപ്പോൾ ഇതിൽ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ലൈം സൾഫർ ഡിപ്പ്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.